മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്ര സംഗ്രഹം 3-ാം ഭാഗം. ടോപ്പിക്: ജീവിതവൃത്തി. യുവത്വത്തിൻ്റെ ആദ്യ ദശയിൽ നബി തിരുമേനിക്ക് നിർണിതമായ തൊഴിലൊന്നുമില്ലായിരുന്നു. ബനു സഅദിനും ഖുറൈശികൾക്കും വേണ്ടി ആട് മേയ്ച്ചതൊഴികെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഖ്സൂം ഗോത്രക്കാരൻ സായിബ് ബിൻ അബൂ സായിബിൻ്റെ കൂടെ കൂറുകച്ചവടം നടത്തിയതും പിന്നീട് മക്ക വിജയ ദിവസം സായിബ് കടന്നു വന്നപ്പോൾ എൻ്റെ സഹോദരനും പങ്കാളിയുമായവന് സ്വാഗതമെന്ന് പറഞ്ഞ് സ്വീകരിച്ചതും നിവേദനം ചെയ്യപ്പെടുന്നു. 25-ാം വയസ്സിൽ ഷാമിലേക്ക് ഖദീജയുടെ കച്ചവടക്കാരനായും പോയിട്ടുണ്ട്. ചരിത്രകാരനായ ഇബ്നു ഇസ്ഹാഖ് രേഖപ്പെടുത്തുന്നു, സമ്പന്നയും ആദരണീയമായ വർത്തക പ്രമുഖയായിരുന്ന ഖദീജ ഇവർ പുരുഷന്മാരെ ലാഭവിഹിത അടിസ്ഥാനത്തിൽ മൂലധനം മുടക്കി കച്ചവടത്തിൽ നിശ്ചയിക്കുമായിരുന്നു. ഖുറൈശികൾ കച്ചവട പ്രകൃതരുമാണ്. നബി തിരുമേനിയുടെ സത്യസന്ധതയും വിശ്വസ്തതയും സ്വഭാവഗുണങ്ങളെയും കുറിച്ച് കേട്ടറിഞ്ഞ ഖദീജ തൻ്റെ ചരക്കുകളുമായി കൂടുതൽ ലാഭവിഹിതം നിശ്ചയിച്ചുകൊണ്ട് ഷാമിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. മൈസറ എന്ന അടിമയെ സഹായത്തിനയച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് സ്വീകരിക്കുകയും മൈസറയെയും കൂട്ടി ഷാമിലേക്ക് പുറപ്പെടുകയും ചെയ്തു. നെക്സ്റ്റ് ടോപ്പിക്: ഖദീജയുമായുള്ള വിവാഹം. മക്കയിൽ മടങ്ങിയെത്തിയപ്പോൾ തൻ്റെ സ്വത്തിൽ മുമ്പൊന്നും കാണാത്ത വിശ്വസ്തതയും അഭിവൃദ്ധിയും ഖദീജയ്ക്ക് കാണാൻ കഴിഞ്ഞു. യാത്രയിൽ നബി തിരുമേനിയിൽ ദൃശ്യമായ വശ്യസുന്ദരമായ സ്വഭാവങ്ങളും സദ്വിചാരങ്ങളും ഉയർന്ന ചിന്തയും മൈസറ ഖദീജയോട് വർണ്ണിക്കുകയും ചെയ്തു. താൻ അന്വേഷിച്ചത് കണ്ടെത്തിയതുപോലെ ഖദീജയ്ക്ക് തോന്നി. പല ഗോത്ര നായകന്മാരും അവരെ വിവാഹം അന്വേഷിച്ചിരുന്നുവെങ്കിലും അവരത് നിരസിക്കുകയായിരുന്നു. തൻ്റെ മനോഗതം ഖദീജ തോഴി നഫീസ ബിൻത്ത് മുനബിനെ അറിയിച്ചു. അവൾ അന്വേഷണവുമായി തിരുമേനിയെ സമീപിച്ചു. അദ്ദേഹം സന്തുഷ്ടി രേഖപ്പെടുത്തുകയും പിതൃവ്യന്മാരോട് സംസാരിക്കുകയും ചെയ്തു. അവർ ഖദീജയുടെ പിതൃവ്യനെ സമീപിക്കുകയും അന്വേഷണം പൂർത്തിയാക്കുകയും വിവാഹം നടത്തുകയും ചെയ്തു. ഹാഷിം മുളർ ഗോത്രത്തിലെ നേതാക്കൾ വിവാഹത്തിൽ സംബന്ധിച്ചു. വിവാഹമൂല്യം നൽകിയത് 20 ഒട്ടകങ്ങളെയാണ്. ഷാമിൽ നിന്ന് മടങ്ങി 2 മാസം കഴിഞ്ഞാണ് വിവാഹം നടന്നത്. അന്ന് ഖദീജക്ക് 40 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ബുദ്ധിമതിയും സമ്പന്നയും കുലീനയുമായിരുന്ന അവരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം വിവാഹം കഴിച്ചത്. മറ്റാരെയും അവർ ജീവിച്ചിരിക്കെ അവിടുന്ന് വിവാഹം കഴിച്ചിട്ടില്ല. ഇബ്രാഹിം ഒഴികെ മറ്റെല്ലാ മക്കളും ഖദീജയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പിറന്നത്. മൂത്തത് ഖാസിം, പിന്നീട് സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസും, ഫാത്തിമ, അബ്ദുള്ള ത്വയ്യിബ് താഹിർ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. മൂത്ത പുത്രൻ ഖാസിമിൻ്റെ പേരിലാണ് നബി തിരുമേനി അബുൽ ഖാസിം എന്നറിയപ്പെട്ടത്. ആൺമക്കളെല്ലാം ശൈശവത്തിലെ മരിച്ചുപോയി. പെൺമക്കളെല്ലാം ഇസ്ലാമിലെത്തുകയും മുസ്ലിങ്ങളാവുകയും ഹിജ്റ പോവുകയും ചെയ്തു. പക്ഷേ ഫാത്തിമ ഒഴികെ എല്ലാവരും അവിടുത്തെ ജീവിതകാലത്തു തന്നെ ഇഹലോകം വെടിഞ്ഞു. ഫാത്തിമ അവിടുത്തെ മരണശേഷം 6 മാസത്തിനു ശേഷവും. നെക്സ്റ്റ് ടോപ്പിക്: കഅബ പുനർനിർമ്മാണവും വിധി തീർപ്പും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 35 വയസ്സ് പ്രായമായ ഘട്ടത്തിൽ ഖുറൈശികൾ കഅബ പുനർനിർമ്മാണം ആരംഭിച്ചു. കാരണം ഇസ്മായിലിൻ്റെ കാലം മുതലുള്ള ഒരു പഴയ കെട്ടിടമായിരുന്നു അത്. വലിയ കല്ലുകളാൽ നിർമ്മിതമായ 630 മീറ്ററിൽ കവിഞ്ഞ ഉയരമില്ലാത്ത മേൽക്കൂരയില്ലാത്ത കെട്ടിടം. ഇതുകാരണം മോഷ്ടാക്കൾ അതിലെ നിക്ഷേപങ്ങൾ തട്ടിക്കൊണ്ടു പോകുമായിരുന്നു. പുറമെ കാലപ്പഴക്കം അതിനെ ദുർബലമാക്കുകയും ചുമരുകളിൽ വിള്ളൽ സൃഷ്ടിക്കുകയും ചെയ്തു. പ്രവാചകത്വത്തിൻ്റെ 5 വർഷം മുമ്പുണ്ടായ ശക്തിയായ ഒരു വെള്ളപ്പൊക്കത്തിൽ കഅബയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുകയുണ്ടായി. സ്വാഭാവികമായും ഖുറൈശികൾ കഅബ പുനർനിർമ്മാണത്തിന് നിർബന്ധിതരായി. പലിശപ്പണമോ വേശ്യയുടെ സമ്പാദ്യമോ ഒന്നും തന്നെ ഇതിൻ്റെ നിർമ്മാണത്തിന് വിനിയോഗിക്കില്ലെന്ന് അവർ ഏകകണ്ഠമായി തീരുമാനമെടുത്തു. പക്ഷേ കഅബ പൊളിക്കുന്ന കാര്യം അവർക്ക് ഭയമായിരുന്നു. അവസാനം മഖ്സൂം ഗോത്രക്കാരൻ വലീദ് ബിൻ മുഗീറ അതിന് ധൈര്യപ്പെട്ടു. പ്രശ്നമൊന്നുമില്ലെന്ന് കണ്ട് മറ്റുള്ളവരും അദ്ദേഹത്തെ തുടർന്നു. അങ്ങനെ ഇബ്രാഹിം നബി പടുത്തുയർത്തിയ അടിത്തറ വരെ അവരെത്തി. ഭിത്തിയുടെ നിർമ്മാണം അവർ ഗോത്രങ്ങൾക്കിടയിൽ വിഭജിച്ചു. ഓരോ ഗോത്രവും കല്ലു ശേഖരിച്ച് നിർമ്മാണം തുടങ്ങി.
നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് റോംകാരൻ ബാഖൂം എന്നു പേരിലുള്ള ശില്പിയായിരുന്നു. നിർമ്മാണം ഹജറുൽ അസ്വദ് സ്ഥാപിക്കുന്ന ഇടം വരെ എത്തിയപ്പോൾ അത് പ്രതിഷ്ഠിക്കാനുള്ള യോഗ്യത ആർക്കാണെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. 4-5 ദിവസം നീണ്ടുനിന്ന ഭിന്നത ഒരാഭ്യന്തര യുദ്ധത്തിൻ്റെ വക്കോളം എത്തി. അബു ഉമ്മയ്യത്തു ബിൻ മുഗീറത്തുൽ മഖ്സൂമിയുടെ സാന്ദർഭികമായ ഇടപെടൽ പ്രശ്നം പരിഹരിച്ചു. ആദ്യം വാതിൽ കടന്നുവരുന്ന വ്യക്തിയുടെ തീരുമാനത്തിന് പ്രശ്നം വിടാമെന്ന് വെച്ചു. അതിനർഹത അള്ളാഹു നൽകിയത് തിരുനബിക്ക് ആയിരുന്നു. അദ്ദേഹം കടന്നു വന്നപ്പോൾ അവർ മന്ത്രിച്ചു, ഇതാ അൽ അമീൻ, അഥവാ വിശ്വസ്തൻ. എല്ലാവർക്കും സന്തോഷമായി. അത് മുഹമ്മദായിരുന്നു. അവർ പ്രശ്നം അദ്ദേഹത്തിൻ്റെ മുന്നിൽ സമർപ്പിച്ചു. അദ്ദേഹം അവരോട് ഒരു വിരിപ്പ് ആവശ്യപ്പെട്ടു. വിരിപ്പിൽ ഹജറുൽ അസ്വദ് എടുത്തുവെച്ച് ഗോത്രനായകന്മാരോടെല്ലാം അതിൻ്റെ അറ്റം പിടിക്കാൻ ആവശ്യപ്പെട്ടു. എന്നിട്ടത് പൊക്കി അതിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അവരത് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം തൻ്റെ കൈകൊണ്ടെടുത്ത് അതിൻ്റെ സ്ഥാനത്ത് സ്ഥാപിക്കുകയും ചെയ്തു. ഈ വിധി തീർപ്പ് അവർക്കെല്ലാവർക്കും തൃപ്തിയായി. ശുദ്ധമായ പണം കൊണ്ട് മാത്രം നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന് കണ്ടപ്പോൾ അവർ അതിൻ്റെ വടക്കുവശത്ത് ഏകദേശം 6 മുഴം വരുന്ന ഭാഗം ഒഴിവാക്കിയിട്ടു. ഇത് ഹിജിർ എന്നും ഹത്തീം എന്നും അറിയപ്പെടുന്നു. ഇന്ന് കഅബയ്ക്ക് പുറത്ത് കമാന ആകൃതിയിൽ ഉയർന്ന തിണ്ണയായി കാണപ്പെടുന്ന ഭാഗമാണിത്. അവരുദ്ദേശിക്കുന്നവരല്ലാതെ അതിനകത്ത് പ്രവേശിക്കാതിരിക്കാൻ അതിൻ്റെ വാതിലുകൾ അവർ നിലത്ത് നിന്ന് ഉയർത്തി സ്ഥാപിച്ചു. ഉയരം 15 മുഴം എത്തിയപ്പോൾ 6 തൂണിന്മേലായി മേൽക്കൂര സ്ഥാപിക്കുകയും ചെയ്തു. നിർമ്മാണം പൂർത്തിയായപ്പോൾ കഅബ ഏകദേശം സമചതുരാകൃതിയായി. ഉയരം 15 മീറ്ററും ഹജറുൽ അസ്വദിൻ്റെ ഭാഗവും അതിൻ്റെ എതിർഭാഗവും 10 മീറ്റർ വീതം വീതിയും. ഹജറുൽ അസ്വദ് നിലത്ത് നിന്ന് 1.5 മീറ്റർ ഉയരത്തിലാണുള്ളത്. മറ്റ് 2 ഭാഗങ്ങളും 12 മീറ്റർ വീതിയാണുള്ളത്. വാതിൽ നിലത്ത് നിന്ന് 2 മീറ്റർ ഉയരത്തിലും ശരാശരി 0.25 മീറ്റർ ഉയരത്തിലും 0.30 മീറ്റർ വീതിയിലുമായാണ് ചുറ്റുഭാഗത്ത് അടിത്തറയുള്ളത്. ഇതിന് ഷാദിർവാൻ എന്ന് പറയുന്നു. ഇത് കഅബാലയത്തിൽ പെട്ടത് തന്നെയാണ്. പക്ഷേ ഖുറൈശികൾ അത് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ഇത് ഇന്ന് പുറത്തു നിന്ന് കാണുന്ന രൂപത്തിലല്ല. അടുത്ത ടോപ്പിക്, പ്രവാചകത്വ പൂർവ്വ ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനന്യസാധാരണമായ സ്വഭാവ വിശേഷണങ്ങളുടെ ഉടമയായിരുന്നു. അദ്ദേഹം പ്രസന്നനും ഉയർന്ന ചിന്തകളും ആർജവമുള്ള വ്യക്തിയായിരുന്നു. മൗലിക ചിന്തയും ഗ്രാഹ്യശേഷിയും അവക്രമായ ലക്ഷ്യവും മാർഗവും തികഞ്ഞ ഒരു വ്യക്തിയുമായിരുന്നു. സുദീർഘമായ മൗനത്തിലൂടെ അനുസ്യൂതം ചിന്തിപ്പിക്കുകയും കാര്യങ്ങളുടെ പൊരുൾ കണ്ടെത്തുകയും ചെയ്യും. പ്രത്യുൽപ്പന്നമതിത്വമുള്ള തൻ്റെ ദിഷണ കൊണ്ടും തെളിഞ്ഞ പ്രകൃതി കൊണ്ടും ജീവിതത്തിൻ്റെ ഏടുകളും മാനവികതയുടെ പ്രശ്നങ്ങളും അദ്ദേഹം ചികഞ്ഞു പഠിക്കുമായിരുന്നു. അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അകന്ന് തികഞ്ഞ ഉൾക്കാഴ്ചയോടെ ജനങ്ങളുടെ കൂടെ ജീവിച്ചു. നന്മ കണ്ടാൽ സഹകരിക്കും, ഇല്ലെങ്കിൽ തൻ്റെ ഏകാന്തതയുടെ സുഗന്ധച്ചെപ്പിലേക്ക് ഒതുങ്ങും. മദ്യസേവ നടത്തുകയോ പ്രതിഷ്ഠകളിലെ ബലിമാംസം ഭുജിക്കുകയോ വിഗ്രഹപൂജ ആഘോഷങ്ങളിൽ പങ്കുചേരുകയോ ചെയ്തിട്ടില്ല എന്നല്ല തുടക്കത്തിലേ ഈ മിഥ്യാ ദൈവങ്ങളിൽ നിന്ന് അകന്നും അറച്ചുമാണ് അദ്ദേഹം കഴിഞ്ഞു വന്നത്. ലാത്തയുടെയും ഉസ്സയുടെയും പേരിൽ സത്യം ചെയ്യുന്നത് കേൾക്കുന്നത് പോലും അദ്ദേഹത്തിന് അസഹ്യമായിരുന്നു. സംശയമില്ല, അള്ളാഹു അദ്ദേഹത്തെ സംരക്ഷിക്കുകയായിരുന്നു. ചില ഭൗതിക സുഖങ്ങളിലേക്കും അനഭിലഷണീയമായ ആചാര സമ്പ്രദായങ്ങളിലേക്കും എത്തി നോക്കാൻ മനസ്സ് കൊതിച്ചപ്പോൾ ദൈവിക സംരക്ഷണം അദ്ദേഹത്തിനും അവയ്ക്കുമിടയിൽ തിരശീല വീഴ്ത്തുകയാണ് ഉണ്ടായത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞതായി ഇബ്നുൽ അഥീർ രേഖപ്പെടുത്തുന്നു. ജാഹിലിയക്കാരുടെ ആചാരങ്ങളോട് 2 തവണ മാത്രമാണ് എനിക്ക് താല്പര്യം തോന്നിയത്. അപ്പോഴെല്ലാം അള്ളാഹു എൻ്റെ താല്പര്യത്തിനും അവയ്ക്കുമിടയിൽ മറയിടുകയാണ് ചെയ്തത്. അതിനുശേഷം അള്ളാഹു പ്രവാചകത്വം മുഖേന എന്നെ ആദരിക്കുന്നതുവരെ അത്തരമൊരു കാര്യവും ഞാൻ ചിന്തിച്ചിട്ടുമില്ല. ഒരിക്കൽ എൻ്റെ കൂടെ ആടുമേച്ചിരുന്ന പയ്യനോട് ഞാൻ പറഞ്ഞു, നീ എൻ്റെ ആടുകളെ അല്പനേരം നോക്കുക, എന്നാൽ എനിക്ക് മക്കയിൽ ചെന്ന് രാക്കഥ പറയുന്ന യുവാക്കളുടെ കൂടെ കഴിച്ചു കൂട്ടാമല്ലോ. അവൻ നോക്കാമെന്നേറ്റു.
ഞാൻ മക്കയിൽ പ്രവേശിച്ച ഉടനെ ഒരു വീട്ടിൽ നിന്ന് വാദ്യമേളങ്ങളുടെ ശബ്ദം കേട്ടു. എന്താണതെന്ന് അന്വേഷിച്ചപ്പോൾ അതൊരു കല്യാണമാണെന്നറിഞ്ഞു.